Listen to this. God has limitless ways of reaching people. ദൈവത്തിന് മനുഷ്യരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം അസംഖ്യം വഴികളുണ്ട്. So if you don't feel that you have the ability to reach others for Christ, think about 76-year-old Ethel Hatfield. മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് ചെല്ലുവാൻ ഇറങ്ങി ചെല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഈത്തൽ ഹാറ്റ്ഫീൽഡ് എന്ന ഒരു വനിതയെ പറ്റി നിങ്ങൾ കേൾക്കുക. How old was she? 76 വയസ്സുള്ള. കേൾക്കുന്നോ? How old was she? അമ്മച്ചിക്ക് എത്ര വയസ്സ്? 76. Okay? All right. Desiring to serve her Lord, she asked her pastor if she could teach a Sunday school class. കർത്താവിനെ സേവിക്കണമെന്ന താല്പര്യത്തോടെ ഇടവയിലെ പട്ടക്കാരനോട് ഈ വന്യവയോധികയായ സ്ത്രീ ചോദിച്ചു, എനിക്കും സൺഡേ സ്കൂൾ ഒന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. But the pastor informed her that he thought she was too old for the job. ഈ ഇടവ പട്ടക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ഈ ഒരു ജോലിക്ക് വേണ്ടി ഈ ഒരു ഉത്തരവാദിത്തം ഏൽക്കാനായി ഒരു വളരെയധികം പ്രായം കൂടുതലാണ് എന്ന്. So the 76-year-old Amachi went home heavy hearted and very disappointed. വളരെ നിരാശയോടുകൂടെ 76 വയസ്സുള്ള ഈ അമ്മച്ചി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. Then one day as she was tending her rose garden, a Chinese student from the nearby university to stop to comment on the beauty of the flowers. എന്നാൽ ഒരു ദിവസം തന്റെ പൂന്തോട്ടത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ചൈനക്കാരനായ ഒരു വിദ്യാർത്ഥി അതുവഴി കടന്നു പോവുകയും ഈ മനോഹരമായ പൂന്തോട്ടത്തിലെ റോസാ പുഷ്പത്തിന്റെ മനോഹാരിതയെ പറ്റി സംസാരിക്കുവാൻ ഈ സ്ത്രീയുടെ അടുക്കൽ എത്തുകയും ചെയ്തു. And she said, would you like to come inside and have a cup of tea with me? അതുകൊണ്ട് അപ്പോൾ ഈ വനിത പറഞ്ഞു, ഭവനത്തിനുള്ളിലേക്ക് വന്ന് നമുക്കൊരു കപ്പ് ചായ കുടിക്കാം. And she was American, he was Chinese. ഈ വനിത അമേരിക്കക്കാരിയാണ്, എന്നാൽ ഈ ഒരു വിദ്യാർത്ഥി ചൈനീസ് വിദ്യാർത്ഥിയാണ്. As they were having tea, she talked about Jesus. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി ഈ വനിത സംസാരിക്കുവാൻ ആരംഭിച്ചു. The student was deeply touched by the love of Jesus. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി ഈ ഒരു വിദ്യാർത്ഥിക്ക് വലിയ ബോധ്യമുണ്ടായി. The next day at the same time he came back to the lady, he brought a friend with him. പിറ്റേ ദിവസം അതേ സമയത്ത് തന്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് ഈ വിദ്യാർത്ഥി ഈ പ്രായമുള്ള വനിതയുടെ അടുക്കൽ എത്തിച്ചു. And to the friend she began to tell about Jesus. തന്റെ കൂട്ടുകാരനോട് ഈ പ്രായമുള്ള സ്ത്രീ കർത്താവിനെ പറ്റി പറയാൻ ആരംഭിച്ചു. Her home became another Sunday school for college students. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു നല്ല സൺഡേ സ്കൂളായി ഈ പ്രായമുള്ള വനിതയുടെ വീട് രൂപാന്തരപ്പെട്ടു. And the word says, a little later when she died, a group of 70 Chinese believers sat together at her funeral. കുറെ നാളുകൾക്ക് ശേഷം ഈ വനിത മരണമടഞ്ഞു. നിര്യാതയായി അവരുടെ ശവസംസ്കാരത്തിന്റെ സമയത്ത് ഒരു വലിയ കൂട്ടം 70 ചൈനീസ് വിദ്യാർത്ഥികൾ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചു. 76-year-old Amachi, if she can lead 70 university students to Christ, how many more you and I can lead? 76 പ്രായമുള്ള ഒരു വനിതയ്ക്ക് 70 വിദ്യാർത്ഥികളെ കർത്താവിന്റെ അടുക്കിലേക്ക് ആനയിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇന്ന് നമുക്ക് എത്ര പേരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ സാധിക്കും? It looks as if she told Jesus, Lord, my pastor says I'm not fit to be a Sunday school teacher, and the only resource I have is I can invite people to my home and I can offer them a cup of tea. Can you use a cup of tea? ഈ വനിത കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു കാണും, കർത്താവേ, എന്റെ ഇടവേള പട്ടക്കാരൻ പറയുകയാണ്, എനിക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ട് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ ഒന്നും പഠിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ എനിക്ക് ആകെ നൽകുവാൻ സാധിക്കുന്നത് ഒരു കപ്പ് ചായ മാത്രമാണ്. എന്റെ ഈ ഒരു കപ്പ് ചായ അവിടുത്തേക്ക് പ്രസാദകരമായ സമർപ്പണമായി അവിടുന്ന് സ്വീകരിക്കുമോ? It is as if Jesus told her, absolutely, I can use your cup of tea, give it to me. കർത്താവ് ഈ വനിതയോട് പറയുകയാണ്, തീർച്ചയായും ഒരു കപ്പ് ചായ എനിക്ക് തരിക, ഞാനത് സ്വീകരിക്കാം. So Jesus received the cup of tea. കർത്താവ് ആ ഒരു കപ്പ് ചായ സ്വീകരിക്കുന്നു. He gave thanks to the Father. ഉയരങ്ങളെ നോക്കി പിതാവിന് നന്ദി പറയുന്നു. He blessed it. അനുഗ്രഹിക്കുന്നു. He gave it back to her. മടക്കി നൽകുന്നു. Keep serving. നീ ഇത് അനേകർക്ക് നൽകുക എന്ന് പറയുക. She served for one student one day. ഒരു വ്യക്തിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു ദിവസം നൽകി. 2 for another day. 2 പേർക്ക് അടുത്ത ദിവസം. 10 another week. അടുത്ത ആഴ്ചയിൽ 10 പേർക്ക്. 30 more students another time. അധികം Finally, from that one cup, she served 70 students and brought every one of them to Christ. ഒരു കപ്പ് ചായയിൽ നിന്ന് 70 വിദ്യാർത്ഥികളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. There is no person who is too insignificant for Jesus to use them for his glory.
ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി കർത്താവിന് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം ആരും അപ്രധാനപ്പെട്ടതല്ല. Or Jesus can use even the most insignificant person for his glory. ഏറ്റവും സാധാരണക്കാരനായ വ്യക്തിയെ പോലും തന്റെ മഹത്വത്തിനായി കർത്താവിന് ഉപയോഗിക്കാൻ സാധിക്കും. Any one of us here this morning, irrespective of our age and gender and profession or economic status, God can actually use you. God can actually use us if only you are willing to be used. നമ്മെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ നാം തയ്യാറെങ്കിൽ നമ്മുടെ പ്രായമോ കഴിവോ വിദ്യാഭ്യാസമോ സാമൂഹിക സ്ഥിതിയോ ഒന്നും നോക്കാതെ കർത്താവിന് നമ്മെ അവിടുത്തെ രാജ്യ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എങ്ങനെ കർത്താവിന് നമ്മെ ഉപയോഗിക്കാം എന്ന് കർത്താവ് നമ്മെ കാണിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രധാന ചോദ്യം അതിന് നാം തയ്യാറുണ്ടോ എന്നുള്ളതാണ്. Lesson number 3. മൂന്നാമത്തെ പാഠം. Materials and money and things are not the most important ones Jesus wants us to give him. നമ്മുടെ വസ്തുവകകളോ ധനമോ ഒന്നുമല്ല കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പണം. What he primarily wants us is that he wants us to give ourselves to him completely. ഏറ്റവും പ്രധാനമായി കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മെ തന്നെ കർത്താവിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. According to Mark chapter 6 and verse 37, when Jesus saw the crowd, he told the disciples, "You give them something to eat." വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പുരുഷാരത്തെ കാണുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നാണ്. In other words, Jesus is saying is, these people have been with me, listening to me preach, and they are hungry. It's a remote place. We cannot send them away. It is our responsibility to feed the hungry. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ദിവസങ്ങളെല്ലാം ഈ പുരുഷാരൻ നമ്മളുടെ പ്രസംഗം കേൾക്കുകയാണല്ലോ. ഇത് നിർജ്ജന സ്ഥലമാണ്. അവർ വളരെയധികം വിശന്ന് പ്രയാസപ്പെട്ടിരിക്കുന്നു. ഇവരെ നമുക്ക് ഇങ്ങനെ അയക്കാൻ സാധ്യമാകുകയില്ല. Because according to Jesus, the gospel not only cares for our spiritual welfare, the gospel also cares for our physical welfare. നമ്മുടെ ഈ കർത്താവിന്റെ സുവിശേഷം നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാത്രമല്ല നമ്മുടെ ശാരീരികമായ ഭൗതികമായ ആവശ്യങ്ങളെ പറ്റിയും ബോധമുള്ളതാണ്. Jesus cares for our spiritual needs. കർത്താവ് നമ്മുടെ ആത്മീയ ആവശ്യങ്ങളെ പറ്റി താല്പര്യമുള്ളതാണ്. Jesus cares for our emotional needs. നമ്മുടെ വൈകാരികമായ ആവശ്യങ്ങളെ പറ്റി കർത്താവിന് താല്പര്യമുണ്ട്. And Jesus cares for our physical needs. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ പറ്റിയും കർത്താവിന് താല്പര്യമുണ്ട്. So he says it is our responsibility, the church's responsibility, if I can say that we have to feed these hungry people. ഈ വിശന്നിരിക്കുന്ന ആളുകളെ പോഷിപ്പിക്കുക എന്നത് നമ്മുടെ അഥവാ നമ്മുടെ സഭയുടെ തന്നെ വലിയ ഉത്തരവാദിത്വവും ദൗത്യവുമാണെന്ന് കർത്താവ് പറയുന്നു. So he tells them, I want to emphasize the you give them something to eat. കർത്താവ് പറയുന്നു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. And you know what the disciples said? എന്താണ് ശിഷ്യന്മാരുടെ മറുപടി? That would take 8 months of a man's wages. ഒരു മനുഷ്യന്റെ 8 മാസത്തെ വേതനം കൊണ്ടുപോലും അത് സാധ്യമാകുകയില്ല. Are we to go and spend that much on bread and give it to them to eat? നമ്മൾ ഈ ഭക്ഷണത്തിന് വേണ്ടി അത്രമാത്രം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. In other words, they're saying it's lots and lots of money. It's lots and lots of money. വളരെ അധികം ഇത്രയധികം പണമാണല്ലോ അതിനു വേണ്ടത്. Should we have to then that much? നമുക്ക് ഇത്രമാത്രം ഇതിനു വേണ്ടി ചെലവഴിക്കണമോ? This is always a challenge when I have been a pastor. I've been a pastor in Madras, in towns, villages. I've been a missionary pastor in Singapore. I have been a pastor in American churches, a pastor in Indian churches in America. I tell you, when we sit down for our budget, when you want to give for mission and charity, there is always the question, Pastor Martin, should you give that much for the other people? We have to take care of ourselves first. ഞാൻ പല സ്ഥലങ്ങളിലും ഒരു പട്ടക്കാരനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചെന്നൈയിലും ഒരു മിഷണറി പട്ടക്കാരനായി സിംഗപ്പൂരിലും അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഏത് സ്ഥലമെന്നില്ല എവിടെയാണെങ്കിലും ഒരു ഇടവകയുടെ ബഡ്ജറ്റൊക്കെ ക്രമീകരിക്കുന്ന സമയത്ത് ദൗത്യത്തിനു വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇത്രമാത്രം പണം മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയാറുണ്ട്, ഇത്രമാത്രം പണം ഇതിനു വേണ്ടി മാറ്റിവെക്കണമോ? ഇത്രയധികം പണം ഇതിനായി നാം ചെലവഴിക്കേണ്ടതുണ്ടോ? I remember in one of the Tamil churches that I was pastoring, when we discussed budget for charity to give to the poor people called the benevolence fund, one fellow spoke to me and said, Pastor, തനക്ക് മിഞ്ചി താൻ ദാനവും ധർമ്മവും. മനസ്സിലായിട്ടുണ്ടോ? തനക്ക് മിഞ്ചി. അച്ഛന് മനസ്സിലായിട്ടോ? അച്ഛനക്ക് മനസ്സിലായിട്ടല്ലേ? എംഎസ് തോമസ് മനസ്സിലായിട്ടുണ്ടോ? എന്താ? എംഎസ് തോമസ് was my neighbor in Madras, my prayer partner. He has been praying for me since 1976.
regularly, every year. He has been my prayer partner. He is a member of the Marthoma Church in Chennai. Parayana, MS Thomas. Tanakku minchi dana dharmam. See, dana manasilayittillo. Dana manasilayamane, donation, dharmam manasilayittillo. Tanakku minchi thanne. First take care of yourself. Then only you can think about giving to others. That's exactly what it means. അതുകൊണ്ട് ഒരിക്കൽ എന്നോട് തന്നെ ഞാനൊരു തമിഴ് ഇടവകയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ പറയാണ്, ആദ്യം നമ്മുടെ കാര്യം നമുക്കൊന്ന് ശരിയാക്കാം, നമ്മുടെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. Are we to go on that much? അങ്ങനെ നമ്മൾ ഇത്രമാത്രം ഇതിനു വേണ്ടിയൊക്കെ ചെലവഴിക്കണം. In other words, that statement, the response was a clear expression of selfishness. സ്വാർത്ഥതയുടെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ ഒരു വാക്ക്. In other words, the disciples were not willing to give up their comfort zone. അവർക്കുണ്ടായിരുന്ന സുഖ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കുവാൻ ഒരിക്കലും ഈ ശിഷ്യന്മാർക്ക് താല്പര്യമില്ലായിരുന്നു. They were not willing to sacrifice their resources for the sake of other people. മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങൾക്കുണ്ടായിരുന്ന വിഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ അവർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. But look at the contrast with the little fellow. എന്നാൽ ഈ ഒരു കൊച്ചു ബാലകനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. When Jesus said, "Go and find out what you have," they found out this small boy, that insignificant boy, that anonymous boy, he had 5 loaves of bread and 2 fish. അവര് ആരുടെ കയ്യിൽ ഭക്ഷണമുണ്ട് എന്ന് നോക്കുവാൻ പോകുമ്പോൾ ഈ ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നു. I think he was a very wise boy. വളരെ ബുദ്ധിയുള്ള ഒരു കൊച്ചു കുട്ടിയാണ്. When he was following Jesus, he figured out, this may be a long day today, let me take some lunch with me. അവനെ കർത്താവിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് പോയപ്പോൾ തന്നെ മനസ്സിലായി, വളരെയധികം സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നേക്കാം, അതുകൊണ്ട് ഞാൻ എന്റെ ഭക്ഷണം കൂടെ കരുതുന്നതാണ് ബുദ്ധി. And so the disciples came and asked, "Hey, come here, fellow." കർത്താവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. You know, there are 5,000 people here, we have to feed them. നമുക്ക് 5000 പേര് ഇവിടെ ഉണ്ട് കുട്ടി, നമുക്ക് അവരെ എല്ലാം പോഷിപ്പിക്കണം. Do you think you can spare whatever you have? നിനക്കുള്ളത് അല്പം ഞങ്ങൾക്ക് തരുന്നതിൽ വിരോധമുണ്ടോ? I believe there is no indication. I believe the boy said, "Yes, sure, take it." എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബാലകൻ പറയും, സന്തോഷത്തോടെ പറയുന്നു, I want to keep it, it's mine, it's mine. ഒരിക്കലും ആ ബാലകൻ പറഞ്ഞില്ല, അല്ലല്ല ഞാൻ തരികയില്ല, അത് എന്റെ മാത്രമാണ്. He gave everything. അവനുണ്ടായിരുന്ന മുഴുവനും നൽകി. The whole package. അവനുണ്ടായിരുന്നത് മുഴുവനും നൽകി. Take all the bread and all the fish. ഉള്ള അപ്പവും എല്ലാം നിങ്ങൾ എടുത്തുകൊള്ളുക. I'll be happy to see other people eating my bread and my fish. മറ്റുള്ളവർ എന്റെ അപ്പവും മീനും ഒക്കെ ഭക്ഷിക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. When their hunger is satisfied, my hunger is satisfied. അവരുടെയൊക്കെയും വിശപ്പ് മാറി അവർ തൃപ്തരാകുമ്പോൾ ഞാനും തൃപ്തിയുള്ളവനാകും. When they are happy, I am happy. അവരൊക്കെയും സന്തോഷവാന്മാരാകുമ്പോൾ ഞാനും സന്തോഷവാനാകും. What a clear expression of sacrifice. ത്യാഗത്തിന്റെ, സ്വയത്യാഗത്തിന്റെ എത്ര ഉദാത്തമായ ഒരു ഉദാഹരണം. Unless we are willing to sacrifice our own selves first, we will never be able to give cheerfully for God's work. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. We have an outstanding example of sacrificial giving in 2 Corinthians chapter 8. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിനകത്ത് ഇത്തരം ഒരു വലിയ സമർപ്പണത്തെ പറ്റി ഇവിടെ നല്ലൊരു ഉദാഹരണമുണ്ട്. Achan read from verse 1 to 4. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച്